ദാരിദ്ര്യത്തെക്കുറിച്ച് പഠനം. ആരാണ് ദരിദ്രർ? സമൂഹത്തിലുള്ള വ്യക്തിക്ക് ജീവിക്കാൻ ലഭിക്കേണ്ട അടിസ്ഥാനപരമായ വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം മുതലായവ ലഭ്യമല്ലെങ്കിൽ അവരെ നമുക്ക് ദരിദ്രരായി കണക്കാക്കാം. അപ്പം ആരാണ് ദരിദ്രർ? സമൂഹത്തിൽ വ്യക്തിക്ക് ജീവിക്കാൻ ലഭിക്കേണ്ട അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം ഇവ ലഭ്യമല്ലെങ്കിൽ അവരെയാണ് ദരിദ്രർ എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് ദരിദ്രർ? വളരെ എളുപ്പം മനസ്സിലാക്കാവുന്ന കാര്യമാണ്. സമൂഹത്തിൽ വ്യക്തിക്ക് ജീവിക്കാൻ ലഭിക്കേണ്ട അടിസ്ഥാനപരമായ വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം മുതലായവ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ലഭ്യമല്ലെങ്കിൽ അവരെ നമുക്ക് ദരിദ്രരായി കണക്കാക്കാം. ആരാണ് ദരിദ്രർ? സമൂഹത്തിൽ വ്യക്തിക്ക് ജീവിക്കാൻ ലഭിക്കേണ്ട അടിസ്ഥാനപരമായ വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ ലഭ്യമല്ലെങ്കിൽ അവരെ ദരിദ്രരായി കണക്കാക്കാം. ഇന്ത്യയിലെ ദരിദ്രരുടെ പൊതു സവിശേഷതകൾ. അപ്പോൾ നമ്മുടെ ഇന്ത്യ ഒരു മഹാരാജ്യമാണ്. ആ മഹാരാജ്യത്ത് ദരിദ്രരെ പരിശോധിക്കുമ്പോൾ കാണുന്ന പൊതു സവിശേഷതകൾ എന്തെല്ലാമാണ്? 1. പോഷകാഹാരക്കുറവ്. 2. നിരക്ഷരത. 3. അനാരോഗ്യം. 4. ഭൂരഹിതർ. 5. തൊഴിൽ വൈദഗ്ധ്യത്തിൻ്റെ അഭാവം. 6. സാമ്പത്തിക അവസരക്കുറവ്. 7. സ്ഥിരം ജോലി ഇല്ലായ്മ. 8. കൂടിയ ശിശുമരണ നിരക്ക്. 9. ഉയർന്ന മാതൃമരണ നിരക്ക്. 10. വീടുകളിൽ അടിസ്ഥാന സൗകര്യമില്ലായ്മയുടെ കുറവ്. അപ്പോൾ ഇന്ത്യയിൽ ദാരിദ്ര്യത്തിൻ്റെ പ്രത്യേകിച്ച് പൊതു സവിശേഷതകൾ ഒരു 10 സവിശേഷതകളെക്കുറിച്ച് പറയപ്പെടുന്നു. ഒന്നാമത്, എല്ലാവർക്കും അറിയാവുന്ന പോലെ പോഷകാഹാരക്കുറവ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഭക്ഷണത്തിൽ പോഷകാഹാരങ്ങളുടെ കുറവ് ലഭ്യമാകുന്നത് ദാരിദ്ര്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി കാണുന്നത്. 2. നിരക്ഷരത, വിദ്യാഭ്യാസമില്ലായ്മ. 3. അനാരോഗ്യം എന്ന രോഗം വരുന്ന അവസ്ഥകൾ, രോഗത്താലുള്ള ജീവിതം. ഭൂരഹിതർ, ഭൂമിയില്ലാത്തവർ. 5. തൊഴിൽ വൈദഗ്ധ്യത്തിൻ്റെ അഭാവം. 6. സാമ്പത്തിക അവസരക്കുറവ്. 7. സ്ഥിരം ജോലി ഇല്ലായ്മ. 8. കൂടിയ ശിശുമരണ നിരക്ക്. 9. ഉയർന്ന മാതൃമരണ നിരക്ക്. 10. വീടുകളിൽ അടിസ്ഥാന സൗകര്യമില്ലായ്മയുടെ കുറവ്. ഇത്തരത്തിലുള്ള സവിശേഷതകൾ ഉള്ളത് തന്നെ എല്ലാം നമുക്ക് ദാരിദ്ര്യത്തിൻ്റെ പൊതു സവിശേഷത കാണാം. വളരെ എളുപ്പമായിട്ടൊന്നുകൂടെ നമ്മൾ ചിന്തിക്കാം. 1. പോഷകാഹാരക്കുറവ്. 2. നിരക്ഷരത. 3. അനാരോഗ്യം. 4. ഭൂരഹിതർ. 5. തൊഴിൽ വൈദഗ്ധ്യത്തിൻ്റെ അഭാവം. 6. സാമ്പത്തിക അവസരക്കുറവ്. 7. സ്ഥിര ജോലിയില്ലായ്മ. 8. കൂടിയ ശിശുമരണ നിരക്ക്. 9. മാതൃമരണ നിരക്ക് കൂടിയ. 10. വീടുകളിൽ അടിസ്ഥാന സൗകര്യമില്ലായ്മ. ദരിദ്രരെ എങ്ങനെ നമുക്ക് തരംതിരിക്കാം? ദരിദ്രരെ തരംതിരിക്കുന്നത് ഒരു 4 വിഭാഗമായിട്ടാണ്. 1. നിത്യദരിദ്രർ. 2. സാധാരണ ദരിദ്രർ. 3. ഇടയ്ക്കിടെ ദാരിദ്ര്യ മേഖലയ്ക്ക് മുകളിൽ വരുന്നവർ. 4. നാമമാത്ര ദരിദ്രർ. അപ്പം 4 ഇതായിട്ടാണ് ദരിദ്രരെ തരംതിരിക്കുന്നത്. 1. നിത്യദരിദ്രർ. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ആയിരിക്കുന്നവരാണ്. ദാരിദ്ര്യരേഖയ്ക്ക് ഒരു ചിട്ടയുണ്ട്, ഒരു അടിസ്ഥാനമുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ ആയിരിക്കുന്നവർ നിത്യദരിദ്രർ എന്ന് പറയുന്നു. 2. സാധാരണ ദരിദ്രർ. ചിലപ്പോൾ ഇവർ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ വരുന്ന താൽക്കാലിക തൊഴിലാളികൾ, താൽക്കാലിക മനുഷ്യരാണ്. അതായത് ദാരിദ്ര്യരേഖയ്ക്ക് ഒരു അടിസ്ഥാനമുണ്ട്, അവർ വരയിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ദാരിദ്ര്യരേഖയ്ക്കും മുകളിൽ വരുന്ന താൽക്കാലിക ആൾക്കാരാണ് സാധാരണ ദരിദ്രർ. 3. ഇടയ്ക്കിടയ്ക്ക് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ വരുന്നവർ. അത് ചെറുകിട കർഷകരാണ് കൂടുതലും. ചെറുകിട കർഷകർ അവർക്കുള്ള കൃഷിപ്പണിയും മറ്റും ചിലപ്പോൾ നേട്ടങ്ങൾ വരുമ്പോൾ അവർ മുകളിൽ വരും. അവർ ദാരിദ്ര്യരേഖയിൽ നിന്ന് മുകളിൽ കയറും. അത് ഇല്ലാത്ത സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും താഴെ പോകും. അങ്ങനെയുള്ളവരാണ് ഇടയ്ക്കിടയ്ക്ക് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ വരുന്നവർ. അടുത്ത് നാമമാത്ര ദരിദ്രർ. മിക്കപ്പോഴും ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ വരുന്നു. കൃഷിനാശങ്ങൾ മറ്റേതൊക്കെ അങ്ങനെയുള്ള ഇതാണ് നാമമാത്രമായ ദരിദ്രർ. അപ്പോൾ കൂടുതലും അത് ഈ കൃഷിക്കാരാണ് ഈ 2 കാര്യത്തിലും വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ദാരിദ്ര്യ മേഖലയ്ക്ക് വരുന്നവരും ചെറുകിട കർഷകരാണ്. നാമമാത്ര ദരിദ്രത്തിൽ വരുന്നതും ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ വരുന്നതും കൃഷിനാശങ്ങൾ സംഭവിക്കുമ്പോഴൊക്കെ ഇവർ ദാരിദ്ര്യത്തിൻ്റേതായ രീതിയിൽ വരും. അപ്പോൾ
ദരിദ്രരെ നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം. എങ്ങനെയൊക്കെ? 1 നിത്യദരിദ്രർ, 2 സാധാരണ ദരിദ്രർ, 3 ഇടയ്ക്കിടയ്ക്ക് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ വരുന്നവർ, നാമമാത്ര ദരിദ്രർ. മിക്കപ്പോഴും ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ വരുന്നു. കൃഷിനാശങ്ങൾ മറ്റുമൊക്കെ കൊണ്ടാണ് ഇവ സംഭവിക്കുന്നത്. അപ്പോൾ ദരിദ്രരെ നമുക്ക് 4ആയി തരംതിരിക്കാം. നിത്യദരിദ്രർ, സാധാരണ ദരിദ്രർ, ഇടയ്ക്കിടയ്ക്ക് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ വരുന്നവർ, 4 നാമമാത്ര ദരിദ്രർ. അടുത്ത് നമ്മൾ ദാരിദ്ര്യരേഖ എങ്ങനെയാണ് ദാരിദ്ര്യരേഖ APLലും BPLലും തമ്മിലുള്ള വ്യത്യാസം കണക്കുക. സമൂഹത്തിൽ ദരിദ്രരും ദാരിദ്ര്യമില്ലാത്തവരും തമ്മിൽ വേർതിരിക്കുന്ന ഒരു സാങ്കല്പിക ദാരിദ്ര്യരേഖയാണ് ഈ പറയുന്നത് ദാരിദ്ര്യരേഖ. അപ്പോൾ സമൂഹത്തിൽ ദരിദ്രരും ദാരിദ്ര്യമില്ലാത്തവരും തമ്മിൽ വേർതിരിക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണ് ദാരിദ്ര്യരേഖ. വ്യക്തികളുടെയോ കുടുംബത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് ദാരിദ്ര്യരേഖ നിശ്ചയിക്കുന്നത്. ഈ രേഖയ്ക്ക് താഴെയുള്ളവർ ദരിദ്രരും BPLലും, മുകളിലുള്ളവർ ദാരിദ്ര്യമില്ലാത്തവരുമാണ് APLലും. അപ്പോൾ സിമ്പിളാണ്. ദാരിദ്ര്യരേഖ എന്ന് പറയുന്നത് സമൂഹത്തിൽ ദരിദ്രരും ദാരിദ്ര്യമില്ലാത്തവരും തമ്മിൽ വേർതിരിക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണ് ദാരിദ്ര്യരേഖ. വ്യക്തികളുടെയും കുടുംബത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ദാരിദ്ര്യരേഖ നിശ്ചയിക്കുന്നത്. ഈ രേഖയ്ക്ക് താഴെയുള്ളവരെ BPLലും മുകളിലുള്ളവരെ APLായി കണക്കാക്കാം. ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ എന്താണ്? ബ്രിട്ടീഷ് ഭരണവും അവരുടെ കോളനിവൽക്കരണവും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ പാപ്പരാക്കി. ഇത് ഇന്ത്യയിൽ ദാരിദ്ര്യം നിലനിൽക്കുന്നത് കാരണമായി. അപ്പോൾ എന്താണ് നാം അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിൻ്റെ കാരണം? ബ്രിട്ടീഷ് ഭരണവും അവരുടെ കോളനിവൽക്കരണ മനോഭാവവും ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ പാപ്പരാക്കി. ഇത് ഇന്ത്യയിൽ ദാരിദ്ര്യം നിലനിൽക്കുന്നതിന് ഇടയാക്കി, അല്ലെങ്കിൽ കാരണമായി. പൊതുവായ കാരണങ്ങൾ: കുറഞ്ഞ വരുമാനം, ആസ്തിയില്ലായ്മ, തൊഴിലില്ലായ്മ, അസമത്വം, സാമൂഹികം, ഒറ്റപ്പെടൽ, ചൂഷണം, ഋണബാധ്യത, താഴ്ന്ന മൂലധന നിക്ഷേപം, അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്, പണപ്പെരുപ്പം, കർഷകരുടെ മുരടിപ്പ്, കാര്യക്ഷമമില്ലാത്ത ഭൂപരിഷ്കരണം എന്നിവയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഈ ദാരിദ്ര്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ: കുറഞ്ഞ വരുമാനം, ആസ്തിയില്ലായ്മ, തൊഴിലില്ലായ്മ, അസമത്വം, സാമൂഹികം, ഒറ്റപ്പെടൽ, ചൂഷണം, ഋണബാധ്യത, താഴ്ന്ന മൂലധനക്ഷയം, അടിസ്ഥാന അടിസ്ഥാനമില്ലായ്മയുടെ കുറവ്, പണപ്പെരുപ്പം, കർഷകരുടെ മുരടിപ്പ്, കാര്യക്ഷമമില്ലാത്ത ഭൂപരിഷ്കരണം എന്നിവയാണ്. ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളെക്കുറിച്ച് നമുക്കിന്ന് ഓർമ്മിക്കാം. അത് ഗവൺമെൻറ് നടപ്പിലാക്കാവുന്ന പ്രധാനപ്പെട്ട ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ നമ്മൾ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. IRDP എന്ന് പറഞ്ഞാൽ എന്താണ്? സംയോജിത ഗ്രാമവികസന പദ്ധതി. സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇപ്പോൾ സ്വർണ്ണ ജയന്തി ഗ്രാമ സന്തോഷ് യോജന എന്നറിയപ്പെടുന്നു. അപ്പോൾ IRDP അതായത് സംയോജിത ഗ്രാമവികസന പദ്ധതിയാണ് ഒന്നാമത്തത്. 2 ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി NREP. ഗ്രാമീണർക്ക് കുറഞ്ഞ 100 ദിവസമെങ്കിലും തൊഴിൽ നൽകുക, ഭൂരഹിതരുടെ ഉന്നമനം. അതാണ് നമ്മൾ തൊഴിൽ പദ്ധതി എന്ന് പറയുന്നത്. ഗ്രാമീണ തൊഴിൽ പദ്ധതി NREP. മൂന്നാമത് ഇന്ദിരാ ആവാസ് യോജന IAY. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സഹായം നൽകുന്ന ഭവന നിർമ്മാണത്തെയാണ് ഇന്ദിരാ ആവാസ് യോജന എന്ന് പറയുന്നത്. അടുത്ത 4ാമത് തൊഴിലുറപ്പ് പദ്ധതി AS. അവിദഗ്ധ ഗ്രാമീണ തൊഴിലാളിക്ക് വർഷത്തിൽ 100 ദിവസവും തൊഴിൽ. അപ്പോൾ 100 ദിവസവും തൊഴിൽ ഏർപ്പെടുന്ന ഒന്നാണ് തൊഴിലുറപ്പ് പദ്ധതി. 5ാമത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി NREGP. പണിയെടുക്കാൻ തയ്യാറുള്ളവർക്ക് ജോലി 100 ദിവസം നൽകുന്ന പരിപാടിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അപ്പോൾ ഇതൊക്കെയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതി. ഒന്ന് നമുക്ക് നോക്കാം. 1 IRDP ആണ്, സംയോജിത ഗ്രാമവികസന പദ്ധതി. 2 ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി. 3 ഇന്ദിരാ ആവാസ് യോജന. 4 തൊഴിലുറപ്പ് പദ്ധതി. 5 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ദാരിദ്ര്യ നിർമ്മാർജ്ജന ഇന്ത്യ നടപ്പിലാക്കുന്ന ബഹുമുഖ പദ്ധതികളെ വിമർശനാത്മകമായി വിലയിരുത്തുക. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതി ഏറിയും കുറഞ്ഞും ഗുണദായകങ്ങളായി മാറി. അതിനാൽ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയയുടെ വേഗം ത്വരിതപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോഴുള്ള നിവാരണ പദ്ധതി തുടരുന്നതോടൊപ്പം അവയുടെ പോരായ്മകൾ നികത്തുവാൻ ശ്രദ്ധിക്കുകയും പുതിയവ ആവിഷ്കരിക്കുകയും വേണം. പോരായ്മകൾ: ദരിദ്രരുടെ എണ്ണം വച്ച് നോക്കുമ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾക്ക് അനുവദിക്കുന്ന തുക തികച്ചും അപര്യാപ്തമാണ്. നടത്തിപ്പിലെ കൊടും കാര്യസ്ഥത മൂലം ഇവയുടെ പ്രയോജനം ജനങ്ങളിൽ എത്തിക്കുന്നത് പരാജയപ്പെട്ടു. ഉദ്യോഗസ്ഥരുടെയും അധികൃതരുടെയും അഴിമതി മൂലം അനുവദിച്ച തുക പോലും ഗുണഭോക്താക്കൾ കയ്യിലെത്തുന്നില്ല. 4 ദാരിദ്ര്യരേഖയിലെ തൊട്ട് മുകളിലുള്ളവരെ ഈ പദ്ധതിയിൽ ലക്ഷ്യമിടുന്നില്ല.
അപ്പോൾ ഇതൊക്കെയാണ് പോരായ്മകൾ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഇന്ത്യ നടപ്പിലാക്കുന്ന ബഹുമുഖ പദ്ധതികൾ വിമർശനാത്മകമായി പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളുള്ളത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതികൾ ഏറിയും കുറഞ്ഞും ഗുണദായകങ്ങളായി മാറി. അതിനാൽ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയയുടെ വേഗം ത്വരിതപ്പെടുത്താൻ അത്യാവശ്യമാണ്. ഇപ്പോഴുള്ള നിവാരണ പദ്ധതി തുടരുന്നതോടൊപ്പം അവയുടെ പോരായ്മകൾ നിർത്തുവാൻ ശ്രദ്ധിക്കുകയും വേണം, പുതിയത് ആവിഷ്കരിക്കുകയും വേണം. പോരായ്മകൾ എന്ന് പറയുന്നത് ദരിദ്രരുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾക്ക് അനുവദിച്ച തുക വളരെ കുറവാണ്. 2, നടത്തിപ്പ് കൊടും കാര്യസ്ഥത മൂലം ഇവയുടെ പ്രയോജനം ജനങ്ങളിൽ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു. 3, ഉദ്യോഗസ്ഥരുടെയും അധികൃതരുടെ അഴിമതി മൂലം അനുവദിച്ച തുക പോലും ഗുണഭോക്താവിൻ്റെ കയ്യിലെത്തുന്നില്ല. 4, ദാരിദ്ര്യത്തിലെ തൊട്ട് മുകളിലുള്ളവരെ ഈ പദ്ധതിയിൽ ലക്ഷ്യമിടുന്നില്ല. അപ്പോൾ നാം പഠിച്ചു കഴിഞ്ഞു, ദരിദ്രർ സമൂഹത്തിലുള്ള വ്യക്തിക്ക് ജീവിക്കാൻ ലഭിക്കേണ്ട അടിസ്ഥാനപരമായ വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം മുതലായവ ലഭ്യമല്ലെങ്കിൽ അവരെ ദരിദ്രരായി കണക്കാം. ദാരിദ്ര്യത്തെക്കുറിച്ച് അറിയേണ്ടുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളൊക്കെ ഇവയാണ്.